ദ്രോണ കോച്ചിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്, കഴിഞ്ഞൊരു ക്ലാസ്സിൽ ആറ്റത്തെ കുറിച്ച് പഠിച്ചു. അതിലുള്ള 3 കണങ്ങൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇതിനെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. ആദ്യം ഇലക്ട്രോണിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. അപ്പം നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഇലക്ട്രോണുകൾ. ഏറ്റവും ഭാരം കുറഞ്ഞ കണവും ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഏതാണ്? ഇലക്ട്രോൺ ആണ്. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിന് സഹായിക്കുന്ന കണമാണ് ഇലക്ട്രോൺ. അപ്പോൾ ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിന് സഹായിക്കുന്ന കണം ഏതാണ്? ഇലക്ട്രോൺ ആണ്. ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് ഇലക്ട്രോണുകളാണ്. ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് ഇലക്ട്രോണുകളാണ്. അതുപോലെ ഒരു പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നതും ഇലക്ട്രോണുകളാണ്. ഒരു പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നത് ഇലക്ട്രോണുകൾ ആണ്. ഇനി ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ വലം വയ്ക്കുന്ന ആറ്റത്തിലെ കണമാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിന് ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ ആ ന്യൂക്ലിയസിനെ ഒരു നിശ്ചിത പാതയിലൂടെ വലം വയ്ക്കുന്ന ആറ്റത്തിന്റെ കണമാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ 1837 ഒരു ഭാഗം മാത്രമാണ് ഒരു ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോണിന്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ 1837 ഒരു ഭാഗം മാത്രമാണ്. ഇനി ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണെന്ന് മനസ്സിലാക്കണം. ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. അപ്പൊ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. എന്നാൽ അതിന് ആ പേര് നൽകിയത്, ഇലക്ട്രോൺ എന്ന പേര് നൽകിയത് ജോൺ സ്റ്റോണി ആണ് നൽകിയത് പേര്. ഇനി ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവവും കണികാ സ്വഭാവവും അറിയപ്പെടുന്നത് ദ്വൈത സ്വഭാവം എന്നാണ്. ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവവും കണികാ സ്വഭാവവും അറിയപ്പെടുന്നത് ദ്വൈത സ്വഭാവം, ഡ്യുവൽ നേച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. ഇലക്ട്രോണുകൾക്ക് ദ്വൈത സ്വഭാവം ഉണ്ടെന്ന് നിർദ്ദേശിച്ചത് ഡി ബ്രോഗ്ലി ആണ് നിർദ്ദേശിച്ചത്. എന്നാൽ പരീക്ഷണത്തിലൂടെ ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവം നിർണയിച്ചത് CJ ഡേവിസണും HL ജർമറും ആണ്. CJ ഡേവിസണും HL ജർമറുമാണ് ഈ തരംഗ സ്വഭാവം നിർണയിച്ചത്. ഏതിന്റെ? ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവം നിർണയിച്ചത്. ഇനി പ്രോട്ടോണുകളെ കുറിച്ചാണ് പറയാനുള്ളത്. ഒരു ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളാണ് എന്തെന്നറിയപ്പെടുന്ന പ്രോട്ടോണുകൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ പ്രോട്ടോണുകളെ ഐഡന്റിറ്റി കാർഡ് എന്ന്, ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നും ഫിംഗർ പ്രിന്റ് എന്നും പറയുന്നു. അപ്പൊ പ്രോട്ടോണുകളെയാണ് ആറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത്. ഒരു മൂലകത്തെ മറ്റൊരു മൂലകത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് പ്രോട്ടോണുകളാണ്. പ്രോട്ടോണുകൾ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളാണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളാണ് പ്രോട്ടോണുകൾ. അതുപോലെ ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് എന്നാണ് ഏതിനെ അറിയപ്പെടുന്നത്? പ്രോട്ടോണിനെ അറിയപ്പെടുന്നത്. ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്? പ്രോട്ടോൺ ആണ്. ഒരു ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടെന്ന് ശാസ്ത്രലോകം വിശ്വസിച്ചത് 1911 ആണ്. എന്തിനാണ്? ഒരു ആറ്റത്തിന് പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ട് എന്ന് ശാസ്ത്രലോകം മനസ്സിലാക്കിയത് 1911 ആണ്. റൂദർഫോർഡാണ് പ്രോട്ടോൺ കണ്ടെത്തിയത്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? റൂദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ഇനി ഒരു ആറ്റത്തിലെ ഒരു പ്രോട്ടോണിന്റെ ചാർജും ഇലക്ട്രോണിന്റെ ചാർജിന് തുല്യവും
വിപരീതവുമായിരിക്കും. അതിന്റെ മാസ് ഹൈഡ്രജന്റെ മാസിന് തുല്യവുമായിരിക്കും എന്ന് സ്ഥാപിച്ചത് റൂദർഫോർഡ് ആണ്. ഒരു പ്രോട്ടോണിന്റെ ചാർജ് ഒരു ഇലക്ട്രോണിന്റെ ചാർജിന് തുല്യവും വിപരീതവുമാണ്. ചാർജ് തുല്യമാണ്, എന്നാൽ വിപരീത ചാർജാണ്. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവും ആണ്. ഇപ്പൊ ഒരു പ്രോട്ടോണിന്റെ ചാർജ് ഇലക്ട്രോണിന്റെ ചാർജിന് തുല്യവും വിപരീതവുമാണെന്നും അതിന്റെ മാസ് ഹൈഡ്രജന്റെ മാസിന് തുല്യമാണെന്നും സ്ഥാപിച്ചത് ആരാണ്? റൂദർഫോർഡ് ആണ്. ഇത്രയാണ് പ്രോട്ടോണിനെ കുറിച്ച് പറയുന്നത്. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജുള്ള കണമാണ്. ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു മൂലകത്തെ മറ്റ് മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് പ്രോട്ടോൺ ആണ്. ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടെന്ന് ശാസ്ത്രലോകം മനസ്സിലാക്കുന്നത് 1911 റൂദർഫോർഡാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ഒരു പ്രോട്ടോണിന്റെ ചാർജ് ഇലക്ട്രോണിന്റെ ചാർജിന് തുല്യവും വിപരീതവുമാണെന്നും അതിന്റെ മാസ് ഹൈഡ്രജന്റെ മാസിന് തുല്യമാണെന്നും സ്ഥാപിച്ചത് റൂദർഫോർഡ് ആണ്. ഇനി ഇലക്ട്രോൺ അല്ല, ന്യൂട്രോൺ ആണ്. ഒരു ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. അതുപോലെ ഏറ്റവും ഭാരം കൂടിയ ആറ്റത്തിലെ കണമാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ഭാരം കൂടിയ കണമാണ് ന്യൂട്രോൺ. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ ആണ്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.